ദീപക്, നമുക്ക് ഡ്രഡ്ജറിനകത്ത് കണ്ടെത്തിയ വസ്തുക്കൾ കൂട്ടി ഇട്ടിരിക്കുന്നത് കാണാമല്ലോ അല്ലേ? അതിൽ അശവഹമായ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ അഞ്ജുവും ജിതിനും അവിടെ പരിശോധന നടത്തി. എന്താണ് അവരുടെ പ്രതികരണം എന്ന് നമുക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞായിരിക്കും ലഭിക്കുക. കാരണം അവർ SP ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുകയാണ്. ആ വസ്തുക്കളൊക്കെ തന്നെ അവർ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഡ്രഡ്ജിങ് നിർത്താനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലിനെ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ കാലാവസ്ഥയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിച്ച് പറയുക കഴിയുന്ന കാര്യമല്ല. എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാണ്, ഇതുവരെ നടത്തിയിട്ടുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കൃത്യമായി അത് ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നതിലേക്ക് എത്തുമോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ സാധിക്കില്ല. അല്പം കഴിയുന്നതോടുകൂടി തന്നെ കാർവാർ MLA-യും ഒപ്പം തന്നെ ഈ മിഷൻ്റെ ചുമതലയുള്ള ഉത്തരകന്നഡ SP-യും എല്ലാം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇതുവരെ നടത്തിയിരിക്കുന്ന നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിൻ്റെ തൃപ്തി എത്രത്തോളമാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും കിട്ടും. കാരണം രാവിലെ മുതൽ തന്നെ ഓരോ ഘട്ടത്തിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നീക്കം നടക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഉത്തരകന്നഡ SP കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം അർജുനും ഒപ്പം തന്നെ അഞ്ജുവിനും കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നടത്തിയ ദൗത്യവും ഇതുവരെ നടത്തിയ നീക്കങ്ങളും ഇനി അങ്ങോട്ട് ഏതൊക്കെ തരത്തിലായിരിക്കണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ള ലക്ഷ്യവും കൂടി ഉത്തരകന്നഡ SP-യെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. ആ നിലയ്ക്ക് തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രഡ്ജർ ഇവിടെ നിന്നും മൂവ് ചെയ്തു തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ ഏത് നിലയിലാണത് വേറൊരു പോയിന്റിലേക്ക് മാറി ദൗത്യം വരുമോ എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ അത്തരത്തിൽ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ല. ഇപ്പോൾ ടഗ് ബോട്ടുകളുടെ സഹായത്തോടു കൂടി തന്നെ ഈ ഒരു ഡ്രഡ്ജർ ഇവിടെ നിന്നും മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ CP4-ലേക്ക് മൂവ് ചെയ്യാനാണ് കാർവാർ MLA ഒരു നിർദ്ദേശം നൽകുന്നത്. CP4 കേന്ദ്രീകരിച്ചുകൊണ്ട് CP4 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് പോകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചെലു CP4 നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന സാധന സാമഗ്രികൾ സംബന്ധിച്ച ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വരുത്താൻ കഴിയും. എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയൊക്കെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വരുത്താൻ സാധിക്കും. അതേസമയം തന്നെ CP4 കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്താനുള്ള നിർദ്ദേശം വരും എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. അത്തരം നിർദ്ദേശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇന്ന് കണ്ടെടുത്ത സാധന സാമഗ്രികളുടെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഹൈ ടെൻഷൻ ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ എൻജിൻ പാർട്ട് അവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും തകർന്നു പോകാത്ത നിലയിലാണ് ഉള്ളത്. മറ്റൊന്ന് ഇന്ന് എടുത്ത ഹൗസിങ്ങിൻ്റെ ഭാഗം ലീഫ് സെറ്റ് ഉൾപ്പെടെയുള്ള ഭാഗമാണ് കണ്ടെടുത്തിരിക്കുന്നത്. അത് ടാറ്റ ട്രക്കിൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ എൻജിൻ പാർട്ട് കൂടി കണ്ടാൽ വ്യക്തമാകും. അതിൻ്റെ ആക്സിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പൂർണ്ണമായും ഛിന്ന ഭിന്നമായി പോയിരിക്കുന്ന നിലയിൽ തന്നെയാണ് ഓരോ സാധനങ്ങളും കണ്ടെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ഒരു ടവറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കണ്ടെടുക്കുന്നത്. ഒരു വാഹനത്തിൻ്റെ ബമ്പറിൻ്റെ പോർഷനാണെന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആംഗ്ലർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ കണ്ടെത്തിയ ഈ ഡ്രിങ്കിങ് വാട്ടർ കാരിയറിൻ്റെ പാർട്ടാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇത് അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവിടെ തകര ഷീറ്റുകൾ, ഇത് ലക്ഷ്മണൻ്റെ ദാബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന തകര ഷീറ്റുകളാണ്. അത് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. തകര ഷീറ്റുകൾ അവിടെ നിന്നും എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ വിദൂര ദൃശ്യങ്ങളിൽ നിന്ന് കണ്ട ഒരു ലോറിയുടെ
കോഴിയുടെ പാർട്ട് എന്നുള്ള നിലയിൽ കണ്ടെത്തിയ ഭാഗമാണിത്. ആംഗ്ലറുകൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായ വസ്തുക്കൾ ഇവിടെ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു മേഖലയിലേക്ക് കൂടി പരിശോധിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാർട്ടുകൾ ഒക്കെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ആ ഹൗസിങ്ങിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് കാണുന്ന വൃത്താകൃതിയിലുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലീവ് സെറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അങ്ങനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി വളരെ കൃത്യമായി പറയാൻ സാധിക്കും. ചില കയറിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഈ ഒരു മേഖലയിലേക്ക് നീക്കിയിട്ടത് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. തുണിത്തരങ്ങൾ ചിലതൊക്കെ കീറി പറഞ്ഞ നിലയിൽ തുണികളൊക്കെ ഈ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിലായി കുടുങ്ങി നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലനുമായി ജിതിനും അതുപോലെ തന്നെ ഇവിടെ അഞ്ജുവുമൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രഡ്ജറിലേക്ക് ഈ സംഘാംഗങ്ങൾ പൂർണ്ണമായും എത്തുമ്പോൾ അർജുൻ്റെ